இனியதேது நடுவில் நின்றதேதடா, போனதேது புருவதேது போரிடும் குலாமரே, ஆனதேது அழிவதேது அப்புறத்தில் அப்புறம், ஈனதேது ராம ராம ராமவென்ற நாமமே. ஓம் நமச்சிவாய ஓம் ஓம் நமச்சிவாய ஓம் நமச்சிவாய ஓம் ஓம் நமச்சிவாய ஓம் நமச்சிவாய ஓம் ஓம் நமச்சிவாய ஓம் நமச்சிவாய ஓம் ஓம் நமச்சிவாய. ഗൗരികുണ്ടിൽ നിന്നും കേദാർനാഥ് ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇവിടെ നിന്നും 16 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. കാൽനടയായും കുതിര, ഡോളി, പലൻകിൻ, ഹെലികോപ്റ്റർ എന്നിവയുടെ സഹായത്താലും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കേദാർനാഥിന്റെ ഏറ്റവും അടുത്തുള്ള റോഡ് പോയിന്റ് ഗൗരികുണ്ടാണ്. जन्मों जन्मांतर की लड़ियां ये कड़ियां, हरियों ने हर जीवन रखवाल तुम हो. जय काल महाकाल, जय काल महाकाल, जय काल महाकाल, जय काल महाकाल. सृष्टि के संचालक महाप्राण तुम हो, तुम ही सुख तुम ही दुख निर्वाण तुम हो. सूरज से तेजस्वी सागर से निर्मल, चंदा भी तारे भी ब्रह्मांड तुम हो. जय काल महाकाल, जय काल महाकाल, जय काल महाकाल, जय काल महाकाल. जीवन की नैया तुम യാത്രാവേളയിൽ ക്ഷീണം അനുഭവപ്പെടുന്നവർക്കായി പഴങ്ങളും മറ്റ് ശീതളപാനീയങ്ങളും വിൽപ്പന നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നവരെ പർവ്വതത്തിന്റെ താഴ്വാരം മുതൽ മുകളറ്റം വരെ നമുക്ക് കാണാൻ സാധിക്കും. വർഷത്തിൽ 6 മാസം വരെ മാത്രമേ ഇത്തരം വിൽപ്പനക്കാരും സഞ്ചാരികളുമൊക്കെ ഇവിടെയുള്ളൂ. കാരണം ബാക്കിയുള്ള സമയം മുഴുവൻ ഇവിടം മഞ്ഞിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കും. ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് ഏപ്രിൽ അവസാനം മുതൽ കാർത്തിക പൂർണിമ വരെയുള്ള സമയങ്ങളിൽ മാത്രമേ ഭക്തർക്കായി ക്ഷേത്രം തുറന്നു കൊടുക്കാറുള്ളൂ. ശൈത്യകാലത്ത് ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ബിംബം ഉഖീമഠ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെയാണ് പൂജ കഴിക്കാറുള്ളത്. മഞ്ഞയും നീലയും നിറത്തിൽ ടാർപോളിൻ കൊണ്ടുള്ള താൽക്കാലിക ഷെഡുകൾ ഇവിടെ ധാരാളം കാണാം. 6 മാസം മഞ്ഞുകാലമായതിനാലാണ് ആളുകൾ ഇത്തരം താൽക്കാലിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. പർവ്വത മുകളിൽ നിന്നുള്ള ഒരു ജലധാരയാണിത്. അതീവ ശുദ്ധജലമായതിനാൽ ഇതിലെ ജലം അല്പം കൈക്കുമ്പിളിലാക്കി പാനം ചെയ്യുമ്പോൾ മനസ്സും ശരീരവും തനിയെ ഊർജ്ജസ്വലമാകുന്നു. യാതൊരു ആധുനിക സൗകര്യങ്ങളും നിലവിലില്ലാത്ത കാലത്ത് തന്നെ നമ്മുടെ പൂർവികർ പർവ്വതത്തിന് നടുവിലൂടെ എങ്ങനെ കഠിനമായ പാറകൾ തുരന്ന് ഇത്തരമൊരു പാത നിർമ്മിച്ചു എന്നത് അത്ഭുതാവഹമാണ്. ക്ഷേത്രത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെയായി ധാരാളം കുതിരകൾ ഈ വഴി വരുന്നുണ്ട്. കുതിരകൾ നേരിട്ട് വരുമ്പോൾ അല്പമൊരു ശ്രദ്ധയോടെ വഴിയിൽ ഒതുങ്ങി നിൽക്കുന്നത് നല്ലതാണ്. കാരണം പെട്ടെന്ന് ശരീരത്തിൽ തട്ടി എന്തെങ്കിലും അപകടമുണ്ടായാൽ താഴെ നിലയില്ലാ കയത്തിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ട്. അതീവ സങ്കീർണമായ പാതകളെയാണ് നാം പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. കഠിനമായ പാതകളിലൂടെയുള്ള യാത്ര നന്നേ പ്രയാസകരമാണ്. പല സമയത്തും കാലുകൾ കുഴഞ്ഞു പോകുന്നതുപോലെയൊക്കെ അനുഭവപ്പെടും. എന്നാൽ തന്റെ ശരീരഭാരത്തിന്റെ 3-4 ഇരട്ടി പുറകിൽ ചുമന്നു കൊണ്ടുപോകുന്നവരെ കാണുമ്പോൾ സ്വയം വേദനകളെല്ലാം മറന്ന് നമ്മൾ നടന്നു നീങ്ങുന്നു. മാത്രമല്ല ചുറ്റിലുമുള്ള പ്രകൃതി കാഴ്ചകൾ തന്നെ ഊർജദായകങ്ങളാണ്. മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വതങ്ങൾ, ഔഷധങ്ങളും അപൂർവ സസ്യങ്ങളും വൃക്ഷങ്ങളും നിറഞ്ഞ മലമടക്കുകൾ, ദൂരെ നിന്നും പാറക്കെട്ടുകൾക്കിടയിലൂടെ കുതിച്ചൊഴുകുന്ന മന്ദാകിനി നദി എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. शिव शंभो स्वयंभो भो शंभो शिव शंभो स्वयंभो भो शंभो शिव शंभो स्वयंभो भो शंभो शिव शंभो स्वयंभो
കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവർണ്ണനീയമായ പ്രകൃതി വൈഭവം. ഒരു കലാകാരൻ വരച്ചുവെച്ച ജീവനുള്ള ചിത്രം പോലെ പ്രകൃതി. എവിടെയും ആനന്ദകരമായ ഒരു നിശബ്ദത അനുഭവപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ മനസ്സിനെയും സ്വയം ധ്യാനാവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു ദേവഭൂമിയാണിത്. गङ्गाधर शङ्कर करुणाकर मामव भवसागर तारक गङ्गाधर शङ्कर करुणाकर मामव भवसागर तारक. കോടമഞ്ഞിറങ്ങിക്കിടക്കുന്ന താഴ്വാരം പ്രകൃതി പോലും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നു. സുഖകരമായ തണുത്ത കാറ്റിലൂടെ ഓരോ മനുഷ്യരും ഒഴുകി നീങ്ങുകയാണോ എന്ന് തോന്നിപ്പോകുന്നു. അന്ന് ആദി ശങ്കരാചാര്യർ അനുഭവിച്ച ആ വൈഭവത്തെ തേടി. എപ്രകാരമാണോ മാലിന്യങ്ങളെയെല്ലാം തുടച്ചു നീക്കി അദ്ദേഹം ക്ഷേത്രപാത വൃത്തിയാക്കുന്നത്, അപ്രകാരം നാം ഓരോരുത്തരും ഈ യാത്രയിലൂടെ നമ്മുടെ ജീവിതപാത വൃത്തിയാക്കുകയാണ്. മനസ്സിനെ പഞ്ചാക്ഷരി മന്ത്രത്താൽ നാം ശുചീകരിക്കണം. മാത്രമല്ല, പാതകൾ പിന്നിടുമ്പോൾ വിയർത്തും വിശന്നും തളർന്നും ദാഹിച്ചുമെല്ലാം ശരീരം തപം ചെയ്യുകയാണ്. ഒടുവിൽ ആ മഹാക്ഷേത്രത്തിലെ ദർശനം ലഭിക്കുമ്പോൾ അതുവരെ അനുഭവിച്ച കഠിന സാധനകളെല്ലാം മറന്ന് നാം ഒരു ആനന്ദാനുഭൂതിയിൽ ലയിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ബേസ് ക്യാമ്പാണിത്. എല്ലാ യാത്രാ സൗകര്യങ്ങളും ഇതുവരെ മാത്രമേയുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് കാൽനടയായി വേണം ക്ഷേത്രത്തിലെത്താൻ. ഇവിടെ സൗജന്യമായി ഹോസ്പിറ്റൽ സിസ്റ്റവും മെഡിസിനും എല്ലാം ലഭ്യമാണ്. സഞ്ചാരികളെ ഹെലികോപ്റ്ററിൽ ഇറക്കുന്നതും കയറ്റുന്നതും ഇവിടെ നിന്നാണ്. ഇപ്പോൾ എന്തോ സാങ്കേതിക തകരാറുകളാൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ യാത്രയിൽ ഹെലികോപ്റ്റർ സൗകര്യം ഉണ്ടായിരുന്നില്ല. പാതയുടെ ഇരുവീഥികളിലുമായി രുദ്രാക്ഷമാലകളും മറ്റും വിൽപ്പന നടത്തുന്ന കടകളും കാണാൻ കഴിയും. മന്ദാകിനി നദിക്ക് കുറുകെയുള്ള ഒരു ഇരുമ്പു പാലവും കടന്ന് ഞങ്ങൾ ക്ഷേത്രത്തിനടുത്തെത്തി. ഇവിടെ ധാരാളം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് കോൺക്രീറ്റിൽ തീർത്ത ധാരാളം പടികളും കയറാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. പടികൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ലോഹത്തിൽ തീർത്ത മനോഹരമായൊരു ഓങ്കാര രൂപമാണ്. പലരും അതിന്റെ അടുത്ത് നിന്ന് ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്ര പരിസരത്ത് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇരുവീഥികളിലും ധാരാളം ഷോപ്പുകളുണ്ട്. മാത്രമല്ല, സഞ്ചാരികൾക്ക് താമസവും ഭക്ഷണവും ഒരുക്കി ധാരാളം ഹോട്ടലുകളുമുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്. ഞങ്ങളും അന്നേ ദിവസം ഇവിടെ ഒരു പുതിയ ഹോട്ടലിൽ തന്നെ താമസിച്ചു. പല പല വഴികളും പിന്നിട്ട് ഞങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ ഒന്നിച്ചുകൂടി.
ഇനി സ്വാമിജിയോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പായി ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ സ്വാമിജി പറഞ്ഞു തരുന്നു. ഹരിയോ, എല്ലാവർക്കും പ്രണാമം. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ചാർധാമിൽ കേദാർധാമം എല്ലാവർക്കും അറിയുന്നതാണ്. ഭഗവാൻ കാളയുടെ രൂപത്തിൽ പാണ്ഡവന്മാർക്ക് ദർശനം കൊടുത്തു എന്നതാണ് അതിൻ്റെ സങ്കല്പം. ഇവിടെയാണ് ശങ്കരാചാര്യസ്വാമികളുടെ സമാധി. ഇവിടെ ഒരു വലിയ പ്രളയമുണ്ടായ ഒരു കഥകളൊക്കെ നിങ്ങൾ കേട്ട് കാണും. എന്നാൽ ആ പ്രളയത്തിൽ ഇവിടുത്തെ ക്ഷേത്രം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കത് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ നേരെ പുറകിലേക്ക് നോക്കിയാൽ മലയെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് അങ്ങനെയുള്ള ശക്തിപീഠാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ സ്വയംഭൂവായ പരമശിവൻ്റെ കേദാർനാഥ ക്ഷേത്രം. ചരിത്ര പ്രാധാന്യമുള്ള പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്ന് പൂർണിമയാണ്. എല്ലാവർക്കും അങ്ങനെയൊരു ഭാഗ്യം ഇന്ന് ഈ ദർശന ദിവസം നമുക്കുണ്ടായി. ഹരിയോ പ്രണാമം. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് കേദാർനാഥ് ക്ഷേത്രമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ഈ ശിവലിംഗത്തിന്റെ ഒരു നിമിഷ നേരത്തെ ദർശനം പോലും നമ്മെ അതീവ സുഹൃതികളാക്കുന്നു. ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ സ്വാമിജി നമുക്കായി പറഞ്ഞു തരുന്നു. ഭഗവാൻ പരമേശ്വരൻ സ്വീകരിച്ച മനുഷ്യ സ്വരൂപമായിരുന്നു ശ്രീ ശങ്കരാചാര്യർ. കേദാർനാഥ് ക്ഷേത്രത്തെ പുനർനിർമ്മിക്കുകയും ഇന്ന് കാണുന്ന പൂജാവിധികൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. ആചാര്യസ്വാമികളുടെ സമാധി സ്ഥലവും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹര ഹര മഹാദേവ്. കേദാർനാഥ് ഭഗവാൻ കി. കേദാർനാഥ് ധാമം ചാർധാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാമാണ്. പരമശിവധാമാണ്, സ്വയംഭൂധാമമാണ് ഇവിടുത്തെ കേദാർനാഥ് ധാമം. കേദാർനാഥ് ധാമം ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാന സമയത്ത് ഭഗവാൻ പരമശിവൻ കാളയുടെ രൂപത്തിൽ, നന്ദി രൂപത്തിൽ ദർശനം കൊടുത്തു. അങ്ങനെ ഭീമസേനൻ അത് കണ്ടു. ഭഗവാൻ ഇവിടെ ആ സ്വയംഭൂവായിട്ട് ദർശനം കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഈ പവിത്ര ഭൂമിയിലാണ് ആദി ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ സമാധിക്കായിട്ട് സ്ഥലം തിരഞ്ഞെടുത്തത്. ഇവിടെ എത്തിയ ആദി ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ 36-ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് അപ്രത്യക്ഷനായി എന്നാണ് കഥ. ഏതായാലും ചരിത്രവും കാലവും ശക്തിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ചൈതന്യമുള്ള ഭൂമി. ഒരു കാലത്ത് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ എത്തിച്ചേർന്നു. അപ്പം അതിനു മുമ്പ് തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ മഹിമ എത്രയായിരിക്കും. ഇവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഊർജം, ഒരു ശക്തി അവർണ്ണനീയമാണ്. കാരണം നമ്മൾ അറിയാതെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ നമുക്കറിയാം, നല്ല തണുപ്പും മഴയും അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ലക്ഷോപലക്ഷം ജനങ്ങൾ ഇതൊന്നും മാനിക്കാതെ അല്ലെങ്കിൽ അതൊന്നും വകവയ്ക്കാതെ അവിടെ വരുന്നത് പരമശിവന്റെ ആ ശക്തിയുടെ മഹത്വമാണ്. ഭഗവാൻ പരമശിവന്റെ ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന കേദാർനാഥിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതന്നെ വളരെ ഭാഗ്യമാണ്. ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് പോലും ഈ ഒരു ദർശനം കൊണ്ട് പരമശിവന്റെ അനുഗ്രഹം സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കേദാർനാഥ ഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ചേർന്ന അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. ഹര നമ പാർവതീപദേ. ഹര ഹര മഹാദേവ. न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदा न यज्ञः अहं भोज
चिदानन्दरूपः शिवोऽहं शिवोऽहम् भोलेनाथ शंभू രണ്ടായിരത്തി 2013 ഉത്തരാഖണ്ഡിലുണ്ടായ ഭീകരപ്രളയത്തിൽ ധാരാളം പേർക്ക് ജീവഹാനി സംഭവിച്ചു. കെട്ടിടങ്ങളും മറ്റു പല നിർമ്മിതികളും ഒലിച്ചുപോയി. പ്രകൃതി അന്നവിടെ ഒരു സംഹാര താണ്ഡവം തന്നെ നടത്തുകയായിരുന്നു. ജലപ്രവാഹം ക്ഷേത്രത്തിലേക്കും ആഞ്ഞടിച്ചു. അന്നേരം പർവ്വത മുകളിൽ നിന്നും ഒരു ഭീകരശില ഉരുണ്ടുവന്ന് ക്ഷേത്രത്തിന് തൊട്ടു പിന്നിൽ ഉറച്ചു നിന്നു. ആ ശില ജലപ്രവാഹത്തെ രണ്ടായി തിരിച്ച് ക്ഷേത്രത്തെ പ്രളയത്തിൽ നിന്നും സംരക്ഷിച്ചു. ഭഗവാൻ തന്നെ ശിലയായി മാറി ക്ഷേത്രത്തെ കാത്തുരക്ഷിച്ചു. ആ ശിലയെ ഭീംശില എന്ന പേർ നൽകി ഇവിടെ പൂജിക്കുന്നുണ്ട്. ഈ ദിവ്യശിലയുടെ സമീപത്തിരുന്ന് സഹസ്രനാമം ജപിക്കാൻ ഞങ്ങൾക്കും ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം ഭക്തി നിർഭരമായ ഇവിടത്തെ ആരതിയിലും പങ്കുചേർന്നു. എല്ലാം മനുഷ്യജന്മത്തിൽ ലഭിച്ച മഹാഭാഗ്യം തന്നെ. പരീജിത്തമനോഹം സത്സുഖമോപുരപത്മനാഭപ്രജാപതി അമൃത്യു സർവതി സിംഹാസന്ധാദാസന്ധിമംസ്ഥിര അജോടും വിശ്വതാത്മാസുരാരിഹ അഗ്രണീ ബ്രാഹ്മണീ ശ്രീമാന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷസഹസ്രപാദ് ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംഭ്രമർദ്ധന അഹസംവത്തകോ വഗ്നി അനിലോധരണീധര സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃക് വിശ്വബുദ്ധിഭൂ സത്കർത്ത സത്കൃത സാധു ജന്മം നാരായണൊന്നര അസംഖ്യയോ പ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടദുസ്ഥിതി സിദ്ധാർത്ഥ സിദ്ധ സങ്കല്പ സിദ്ധിത സിദ്ധി സാധന വിവിക്ത ശ്രുതി സാഗര സുഭുജോ ദുഃഖരോ വഗ്നി മഹീന്ദ്രോ വസുദോ വസു നൈകരൂപോ ബൃഹദ്യോ വശ്യവിദുഷ്ട പ്രകാശന ഓദസ്തേജോദിതര പ്രകാശാത്മാ പ്രതാപന വൃദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രചന്ദ്രാംശുർഭാസ്കരദ്വിതി അമൃതം ശുദ്ധമോ ഭാനോ ശശബിന്ദോ സുരേശ്വര ഔഷധം ജഗതസ്യേതോ സത്യധം പരാക്രമ ഊഹവ്യപവന്നാദം പവനം പാവനോനല കാമഃ കാമദുഃഖാന്ത കാമകാമപ്രദ പ്രഭു जय गिरिजाधीश
വേദനകളിൽ അമൃത് ചൊരിയുന്ന കൈലാസനാഥ, അവിടുത്തെ ദർശന മാധുര്യം മൂലം സംഘർഷത്താൽ അലയടിച്ചിരുന്ന മനസ്സ് പ്രശാന്ത തീരമായി മാറുന്നു. ഇതുവരെ എവിടെയും ലഭിക്കാത്ത ഒരു പരമാനന്ദം. നാളിതുവരെ കർമ്മബന്ധനങ്ങളിൽ കുരുങ്ങിക്കിടന്നിരുന്ന മനസ്സും ശരീരവും എല്ലാറ്റിനെയും വിച്ഛേദിച്ച് വിവരിക്കാൻ കഴിയാത്തൊരു രസാനുഭൂതിയിൽ ലയിക്കുകയാണ്. അച്ഛൻ്റെ മടിത്തട്ടിലിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിന് ലഭിക്കുന്ന സുരക്ഷിതത്വം പോലെ പ്രപഞ്ചനാഥ, അവിടുത്തെ സന്നിധിയിൽ അല്പനേരം വിശ്രമിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സംരക്ഷണം ലഭിക്കുന്നു. നയനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആനന്ദാശ്രു, നാവിൻ തുമ്പിൽ തുടിക്കുന്നത് പ്രണവമന്ത്രം, മനസ്സു മുഴുവൻ അവിടുത്തെ തേജോന്മയമായ അമൃതസ്വരൂപം. കൈലാസനാഥ, ഒരിക്കൽ കൂടി അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശിരസാ പ്രണാമം. ഇവിടെ കുടികൊള്ളുന്ന ഗുരുക്കന്മാർക്കും സർവചരാചരങ്ങൾക്കു മുന്നിലും സാഷ്ടാംഗ പ്രണാമം നടത്തി ഞങ്ങൾ യാത്രയാകുന്നു, നിറഞ്ഞ മനസ്സോടെ, കൃതജ്ഞതയോടെ.